നമസ്കാരം, വിനവർത്തമാനത്തിലേക്ക് സ്വാഗതം. ചെല്ലാനംകുണ്ടുപറമ്പ് സെന്റ് ആന്റണീസ് ചാപ്പലിൽ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ മെയ് 10, 11, 12 തീയതികളായി ആഘോഷിച്ചു. ഈ വർഷത്തെ തിരുനാളിന് നേതൃത്വം നൽകിയത് സെന്റ് ആന്റണീസ് പ്രസിഡന്റി സമൂഹമാണ്. അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ ചെല്ലാനംകുണ്ടുപറമ്പ് സെന്റ് ആന്റണീസ് ചാപ്പലിൽ മെയ് 10, 11, 12 തീയതികളായി സാഘോഷം കൊണ്ടാടി. മെയ് 10 വെള്ളിയാഴ്ച വൈകിട്ട് 6:30 ഇടവക വികാരി ഫാദർ സിബിച്ചൻ ചെറുതിയിൽ കൊടിയുയർത്തിയതോടെ തിരുനാൾ ദിനങ്ങൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് നടന്ന ദിവ്യബലിയിൽ വൈപ്പിൻ പ്രത്യാശമാത ദേവാലയം വികാരി ഫാദർ ഫ്രാൻസിസ് പൂപ്പാലി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പെരുമ്പടപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ആന്റണി തൈവീട്ടിൽ തിരുവചന പ്രഘോഷണം നടത്തി. മെയ് 11 ശനിയാഴ്ച ചെറിയകടവ് സെന്റ് ജോസഫ് ചർച്ച് വികാരി ഫാദർ സെബാസ്റ്റ്യൻ പനച്ചിക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ച ദിവ്യബലിയിൽ സെന്റ് ജോസഫ് വലിയത്തോട് വികാരി ഫാദർ ജോൺസൺ തൗണ്ടിയിൽ വചനപ്രഘോഷണം നടത്തി. തിരുനാൾ ദിനമായ മെയ് 12 ഞായർ വൈകിട്ട് 4 മണിക്ക് പഴങ്ങാട് സെന്റ് ജോർജ് ഫെറോന വികാരി ഫാദർ സെബാസ്റ്റ്യൻ പുത്തമ്പുരയ്ക്കൽ മുഖ്യ കാർമ്മികനായ തിരുനാൾ സമൂഹ ദിവ്യബലിയിൽ പെരുമ്പടപ്പ് ഹോളി ഫാമിലി ആശ്രമം സുപ്പീരിയർ ഫാദർ ആൻഡ്രോസ് പുത്തംപറമ്പിൽ വചനപ്രഘോഷണം നടത്തി. തിരുനാൾ ദിനങ്ങളിൽ വിശ്വാസികൾ ഭക്തിനിർഭരമായി പങ്കുചേർന്നു. ചെല്ലാനം സെന്റ് സെബാസ്റ്റ്യൻ ഇടവകയിൽ പ്രവർത്തിക്കുന്ന വൈറ്റ്സിന്റെ നേതൃത്വത്തിൽ മാതൃദിനം ആഘോഷിച്ചു. മെയ് 12 ഞായർ രാവിലെ 6:30 ഇടവക ദേവാലയത്തിൽ നടന്ന ദിവ്യബലിയിലും കാഴ്ച സമർപ്പണത്തിലും ഇടവകയിലെ എല്ലാ അമ്മമാരും സംബന്ധിച്ചു. കണ്ണുകളെ വിളക്കാക്കി, കൈകളെ തൊട്ടിലാക്കി, രക്തത്തെ പാലാക്കി, മാർദ്ദം മെത്തയാക്കി, ശ്വാസത്തെ ഈണമാക്കി, വാക്കുകളെ താരാട്ടാക്കി, മക്കളെ ഹൃദയത്തിൽ കുടിയിരുത്തുന്നവൾ അമ്മ. ചെല്ലാനം സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ പ്രവർത്തിക്കുന്ന വൈറ്റ്സിന്റെ ആഭിമുഖ്യത്തിൽ മാതൃദിനം ആഘോഷിച്ചു. മെയ് 12 ഞായർ രാവിലെ 6:30 ദിവ്യബലിയിലും കാഴ്ച സമർപ്പണത്തിലും നേതൃത്വം നൽകിയത് ഇടവകയിലെ എല്ലാ അമ്മമാരും ചേർന്നാണ്. ദിവ്യബലിക്ക് ശേഷം ഇടവകയിലെ മുതിർന്ന തലമുറയിലെ അമ്മയായ ഫിലോമിന ജോസഫ് അറക്കലും ഇളം തലമുറയിലെ അമ്മയായ നമിത മിൽക്കയും ചേർന്ന് വികാരി ഫാദർ സിബിച്ചൻ ചെറുതിയിലിന്റെ സാന്നിധ്യത്തിൽ കേക്ക് മുറിക്കുകയും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുകയും സന്തോഷത്തിൽ പങ്കുചേർന്നു. ചെല്ലാനം സന്ദേശദീപ്തി സൺഡേ സ്കൂളിന്റെ അവധിക്കാല വിശ്വാസോത്സവം മെയ് 13, 14 തീയതികളായി സാഘോഷം കൊണ്ടാടി. മെയ് 13 തീയതി രാവിലെ 8:30 ഇടവകയുടെ വിവിധ ചാപ്പലുകളിൽ നിന്നും സൈക്കിൾ റാലിയോടുകൂടി തുടക്കം കുറിച്ച വിശ്വാസോത്സവം വിശ്വാസം ആഘോഷിക്കപ്പെടേണ്ടതാണെന്ന് വിളിച്ചു പറയുന്നതിനുള്ള ഒരവസരമായിരുന്നു. യൂണിറ്റ് ഭാരവാഹികളും അധ്യാപകരും വിളംബര റാലിക്ക് നേതൃത്വം നൽകി. ദേവാലയത്തിൽ ബൈബിൾ പ്രതീക്ഷയോടുകൂടി ആരംഭിച്ച ഫെസ്റ്റാഫിദ വികാരി സിബിച്ചനച്ചനും സൺഡേ സ്കൂൾ ഡയറക്ടർ സെബിനച്ചനും മതബോധന അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പ്രതിനിധികളും ചേർന്ന് VFF ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലി കുട്ടികൾ തങ്ങളുടെ വിശ്വാസ പ്രഖ്യാപനം നടത്തി. ഏകദേശം 300ഓളം വിദ്യാർത്ഥിനികൾ പങ്കെടുത്ത വിശ്വാസോത്സവം UP-HS എന്നീ വിഭാഗങ്ങളായി തിരിച്ചായിരുന്നു ക്രമീകരിച്ചിരുന്നത്. വചനമേ എന്നിൽ നിറയണമേ എന്ന വാക്യമാണ് അവധിക്കാല വിശ്വാസോത്സവത്തിന് ആപ്തവാക്യമായി തിരഞ്ഞെടുത്തിരുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഉൽപ്പത്തിയിൽ നിന്നും മുഖ്യ ചരിത്ര വ്യക്തിത്വങ്ങളെ പരിചയപ്പെടാനും പ്രത്യേകിച്ച് നോഹ, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ജോസഫ് എന്നിവരുടെ ജീവിതത്തിലൂടെ കടന്നുപോകുവാനും അവരുടെ സ്വഭാവ സവിശേഷതകളെ ജീവിതത്തിലേക്ക് പകർത്തുവാനുമുള്ള മാർഗനിർദ്ദേശം നൽകുകയുമായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഇവിടെ സംഘടിപ്പിച്ച ഗാനങ്ങൾ, ഗ്രൂപ്പ് തിരിച്ചുള്ള കളികൾ, സ്കിറ്റ്, വചന പഠനം എല്ലാം ഈ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. വൈദികർ, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, രക്ഷകർത്താക്കൾ, PTA അംഗങ്ങൾ, അധ്യാപകർ എല്ലാവരും ഒന്നു ചേർന്ന് ഒരു മനസ്സായി പ്രവർത്തിച്ചത് ക്രൈസ്തവ മൂല്യങ്ങളായ പങ്കുവയ്ക്കലിന്റെയും കരുതലിന്റെയും
നേർക്കാഴ്ചകളായിരുന്നു. ഒരുമിച്ചുള്ള ഭക്ഷണവും കളികളും കുട്ടികളുടെ മുമ്പിൽ സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടെയും പുതിയ വാതിലുകൾ തുറക്കുകയുമായിരുന്നു. 14-ാം തീയതി 4:30 ആരാധനയോടുകൂടി ഇടവകയുടെ 2 ഉത്സവ ദിനങ്ങൾക്ക് തിരശീല വീണു. യേശുവിനോടൊപ്പം സഭയുടെ കൂട്ടായ്മയിലായിരിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് ഹൃദയത്തിൽ എഴുതിക്കൊണ്ടാണ് ഓരോരുത്തരും ഇവിടെ നിന്ന് യാത്രയായത്. മുൻ ഇംഗ്ലീഷ് ഫുട്ബോൾ താരം വെയ്ൻ റൂണി തന്റെ മകന്റെ ദിവ്യകാരുണ്യ സ്വീകരണ വാർത്ത സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചു. മുൻ ഇംഗ്ലീഷ് ഫുട്ബോൾ താരം വെയ്ൻ റൂണി തന്റെ മകന്റെ ദിവ്യകാരുണ്യ സ്വീകരണ വാർത്ത സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. മകനായ കിറ്റിന്റെ ദിവ്യകാരുണ്യ സ്വീകരണ വാർത്ത കുടുംബത്തോടൊപ്പം നിൽക്കുന്ന ചിത്രത്തിനൊപ്പമാണ് റൂണി പങ്കുവച്ചത്. ഒരു ഫുട്ബോൾ താരമാകുന്നതിനു മുമ്പ് വൈദികനാകാൻ പദ്ധതി ഉണ്ടായിരുന്ന ആളായിരുന്നു വെയ്ൻ റൂണി. ഒരിക്കൽ അദ്ദേഹം ജപമാല കഴുത്തിൽ ധരിച്ച് പരിശീലിക്കുന്ന ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഇതിനെപ്പറ്റി 2010 ഒരു വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതെന്റെ മതമാണ് എന്നുള്ള ഉത്തരമാണ് റൂണി നൽകിയത്. പരിശീലന സമയത്ത് വർഷങ്ങളായി താൻ ജപമാല കഴുത്തിൽ ധരിക്കാറുണ്ടായിരുന്നു എന്ന് അദ്ദേഹം വിശദീകരിച്ചു. മതവിശ്വാസത്തെപ്പറ്റി പരസ്യമായി അറിയാൻ അധികൃതരുടെ അപ്രഖ്യാപിത വിലക്കുണ്ടായിരുന്ന സമയത്ത് വെയ്ൻ റൂണി തന്റെ കത്തോലിക്ക വിശ്വാസത്തെപ്പറ്റി വാചാലനായത്.